ഫോൺ സത്യേജി എല്ലാവരും
സായിരാം 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 സായിരാം. ആരാധ്യരായ നമ്മുടെ സ്വാമി, ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ഇന്ന് നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. അതിന് നമുക്ക് അനുമതി തന്ന സ്വാമി, അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കുന്ന നമ്മുടെ ചേച്ചി, ഇതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കാറില്ല. നമ്മൾ പ്രധാനമന്ത്രിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 75 വർഷക്കാലമായിട്ട് നമ്മുടെ മണ്ണിൽ പിറന്ന ഒരു അവതാരം എന്ന് തന്നെ പറയും. കാരണം ഇന്ന് ലോകത്തിന് തന്നെ ഒരു പ്രതിപുരുഷനായി മാറിയ നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ പ്രധാനമന്ത്രി, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവ്, ഇന്ന് ലോകത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന 75% പേരും അംഗീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അതിന് നമ്മളൊക്കെ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾക്കൊക്കെ വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പിറന്നാളാണ്. ആ പിറന്നാൾ പരിപാടികളാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. പല പരിപാടികളും ഓരോ മേഖലയിലുള്ള വ്യത്യസ്ത മേഖലയിലുള്ള എല്ലാ മേഖലകളിലും ഇതുപോലെയുള്ള പിറന്നാൾ ആഘോഷങ്ങൾ നടത്തണം. ഈ ആഘോഷത്തിന് നമുക്ക് നമ്മളൊപ്പമുള്ളത് നമ്മുടെ ശോഭചേച്ചി, നമ്മുടെ സമിതിയുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരും. ഞാൻ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ ചടങ്ങിൽ അങ്ങനെ ഒരു ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഓർമ്മ നടത്തുന്നു. നമുക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ സമിതിയിലേക്ക് കൊണ്ടുപോകും. സായിറാം നമഃശിവായ. ഇന്ന് ശ്രീമാൻ നരേന്ദ്രമോദിജി, നമ്മുടെ പ്രധാനമന്ത്രിയുടെ 25ാം ജന്മദിനമാണ്. ഈ ദിനത്തിൽ നമ്മുടെ ആശ്രമത്തിൽ വെച്ചുകൊണ്ട് പാവങ്ങളായ കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് നാം കാണുന്നു. ദിവസവും നമുക്ക് വർഷങ്ങളായിട്ട് ഇവിടെ അന്നദാനം ഉണ്ടായിരിക്കുകയും കൂടിയും ഇന്ന് ഒരു സ്പെഷ്യലായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു സദ്യ എന്നതിലേക്കാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത്. അതിന് നമുക്ക് സാഹചര്യം ഒരുക്കുന്നത് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശോഭാജിയാണ്. അപ്പൊ അതിന് ഞാൻ ശോഭാജിയോട് ആദ്യമായിട്ട് നന്ദി പറയാം. നമുക്കറിയാം, ഇന്ന് ഭാരതത്തിന്റെ ഐശ്വര്യം, അതിന്റെ ശക്തി ഇന്ന് ലോകമെമ്പാടും ഒരു 4ാം ശക്തിയായിട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോദിജി മാത്രമാണ്, യാതൊരു സംശയവുമില്ല. ഇപ്പോ നമുക്കറിയാം, ഈ സാഹചര്യം അമേരിക്ക നമ്മുടെ സാധനങ്ങൾക്ക് തിരികെ കൂട്ടിയപ്പോൾ ഒരു ഭയപ്പാടും കൂടാതെ ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ സഞ്ചരിച്ച് മറ്റു രാഷ്ട്രങ്ങളിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വേണ്ടിയും തിരിവില്ലാതെ തന്നെ പല രാഷ്ട്രങ്ങളും നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സംസർഗം നമുക്ക് മോദിജി കൊണ്ടുവന്നത് അമേരിക്കയെ നമുക്ക് ഭയക്കാനൊന്നുമില്ല എന്നുള്ള, ഈ തിരിവ് കൂട്ടുകാരികൾ കൂട്ടിക്കോ, ഞങ്ങൾ നിങ്ങളുടെ വഴിക്ക് സാധനങ്ങൾ അയക്കുന്നില്ല. അപ്പോ നമ്മുടെ ഭാഗത്തു നിന്നും ഒരാള് ഒരു 10 കിലോ വെളിച്ചെണ്ണയാണ് അമേരിക്കയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ തിരുവ ഇരട്ടിയല്ലേ. അപ്പൊ മോദിജി പറഞ്ഞു, അമേരിക്കയ്ക്ക് കൊടുക്കണ്ട, മറ്റ് 15 രാഷ്ട്രങ്ങളിലേക്ക്, നിനക്ക് 10 പോകുന്നു, നീ 15 കിലോ മറ്റു രാഷ്ട്രങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ വ്യവസായത്തെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് ആ ഏത് എതിർപ്പിനെയും വകവെക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ചങ്കൂറ്റമുള്ള ഒരു മനസ്സിന്റെ ഉടമ കൂടിയാണ് നരേന്ദ്രമോദി എന്നത് നമുക്ക് എല്ലാവർക്കും ഇപ്പോ അറിയാവുന്നതാണ്. ഈ അവസരത്തിൽ നമുക്ക് കൂടുതൽ
ഭാരതാംബ വിഷയമുണ്ട്, കേരളത്തില് അനവധി വിഷയങ്ങളുണ്ട്. നമ്മുടെ കേരളം ഭരിക്കുന്നത് തന്നെ ഉള്ള ആൾക്കാരെ കുറിച്ച് നമുക്കറിയാം. ഒരുപാട് വിഷയങ്ങൾ രാഷ്ട്രീയപരമായി തന്നെ. കാരണം ഭാരതീയ ജനതാ പാർട്ടി മോദിജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യാതൊരു സംശയവുമില്ല, ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ ഒരു പ്രത്യേക അജണ്ടയിൽ പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. അത് പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് ഉണ്ടാവണം. പോരാത്തതിന് നമ്മൾ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ഭാവന, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഭാവന, അതിനനുസരിച്ച് നമ്മുടെ ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ മോദിജി. അപ്പോ അങ്ങനെ ഒരു മോദിജിയുടെ ഒരു ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ശോഭാജി നമുക്ക് അത്രയും വളരെ അടുപ്പമുള്ള ഒരു ഭക്ത കൂടിയാണ്. ഈ അവസരത്തിൽ ഞാൻ മൈക്ക് ശോഭാജിക്ക് കൈമാറുന്നു. ഓം ജയ് സായിറാം, നമഃ ശിവായ. ഒന്ന് ഉറക്കെ പറയണം, ഹര 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 മഹാദേവ്. ആദരണീയനായ സ്വാമിജി, മഹിളാ മോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി സത്യലക്ഷ്മി, മഹിളാ മോർച്ചയുടെ ജില്ലയുടെ അധ്യക്ഷ ശ്രീമതി ശീതൽ പറയലാണ് ഇരിക്കുന്നത്. വിവിധ ചുമതലകളിലുള്ളവരും കൗൺസിലർമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗം എന്റെ പ്രിയപ്പെട്ട സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള സുരേന്ദ്രൻ അനുഭവമുണ്ട്. ഇനി രതീഷ്, ജില്ലയുടെ രതീഷുണ്ട്. ശ്രീ രവിശങ്കർജിയുടെ ആശ്രമത്തിലെ പല കാര്യങ്ങളിലും കോർഡിനേഷൻ പ്രവർത്തനം നടത്തുന്ന ശ്രീമാൻ വാജു ഉൾപ്പെടെ, മുരളീധരൻ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സന്യാസി വര്യന്മാരും സഹോദരി സഹോദരന്മാർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഞാൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. സ്വാമിജിയോട് ഞാൻ പറഞ്ഞു, ഇന്ന് 17-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 2-ാം തീയതി വരെ നമ്മൾ രാജ്യവ്യാപകമായി ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സേവാ പാക്ഷികം എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി രാജ്യം മുഴുവൻ നടത്തിയാണ്. അതിന്റെ സംസ്ഥാനത്തിന്റെ കൺവീനറായിട്ട് എനിക്കാണ് ചുമതല നൽകിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, സ്വാമിജി, നമുക്ക് അദ്ദേഹത്തിന്റെ പിറന്നാൾ മുതൽ ഗാന്ധി ജയന്തി ദിവസം വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് നമ്മുടെ BJPയുടെ തന്നെ ആളുകളുടെ, നമ്മളാണ് സ്വാമിജിക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വസിക്കുന്ന നമ്മുടെ പാർട്ടിയുടെ അതിപ്രഗത്ഭനായിട്ടുള്ള ലീഡർ. അപ്പൊ ഞാൻ സ്വാമിജിയോട് പറഞ്ഞു, ഒരു ദിവസത്തെ ചെലവ് അല്ലെങ്കിൽ ഇന്ന് മുതൽ ഒക്ടോബർ 2 വരെയുള്ള അന്നദാനത്തിന്റെ ചെലവ് അത് BJPക്കാര് സമർപ്പിക്കട്ടെ, അങ്ങേക്ക് അതിൽ സന്തോഷമാണോ എന്ന് ചോദിച്ച സമയത്ത് സ്വാമിജി പറഞ്ഞു, ഇത് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കൂടി വീടാണ് എന്നാണ് പറഞ്ഞത്. ഏത്? ഈ ആശ്രമം. അത് ആദ്യമായിട്ടാണ് പല സന്യാസിവര്യന്മാരും മോദിജിയെ ഹൃദയത്തിൽ വെച്ച ആളുകളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചെങ്കോട്ടുകോണം മഠാധിപതിയോടൊപ്പം ഒരു വലിയ യതി പൂജയിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു സാധാരണക്കാരിയാണ്. ശിവഗിരി മഠവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. മാതാ മദാനന്ദമയി അമ്മ എന്റെ എന്നെക്കാളെത്രയോ, അതായത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന അമ്മയാണ്. പക്ഷേ ആ മാറിടത്തിൽ അമ്മ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തോളം ഞാൻ അമ്മയുടെ ആശ്രമ പ്രവർത്തനങ്ങളിലും എനിക്ക് പങ്കാളിത്തം വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുന്നു, ഈ തൃശ്ശൂരിൽ നഗര ഹൃദയത്തിൽ തന്നെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് അദ്ദേഹം ഇവിടെ വരുമോ വരാതിരിക്കുമോ അത് വിഷയമല്ല. പക്ഷെ ഇത് എന്റെ മാത്രമായിട്ടുള്ള ഒരു ആശ്രമം അല്ലെന്നും ഇത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വീടാണെന്നും ഹൃദയത്തൊന്ന് പറയാൻ നമ്മുടെ സ്വാമിജി തയ്യാറായി എന്ന് പറയുമ്പോൾ ഷിർദി സായിബാബ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ആശ്രമത്തിന്റെ തലവനാണ്. തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ, കർണാടകയിൽ പല പ്രദേശങ്ങളിലും വേരുകളുള്ള ഒരു സന്യാസി വര്യനാണ് നമ്മുടെ ഈ ആശ്രമത്തിന്റെ മഠാധിപതിയായിട്ടിരിക്കുന്ന ആൾ. ഇത് ഇങ്ങനെ കാണുന്ന സമയത്ത് ഇതൊരു ചെറിയ പ്രദേശമായിട്ട് പക്ഷെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ സ്വാമിജിയുടെ വേരുകൾ സൗത്ത് ഇന്ത്യയിൽ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള സ്വാമിജിയുടെ ഒരു ഭക്ത കൂടിയാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ഇന്നത്തെ ഈ ഹാപ്പി ബർത്ത്ഡേ
നമ്മളെല്ലാവരും ചേർന്ന് ആഘോഷിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മളെല്ലാവരും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കും. മോദിജിയെ കുറിച്ച് ഇനി കൂടുതലൊന്നും പറയാനില്ല. കാരണം ലോകത്തെ നയതന്ത്ര പ്രതിനിധികൾ, ലോകത്തെ ഭരണാധികാരികൾ, ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളുടെ പ്രധാനമന്ത്രിമാർ, ലോകത്തിന്റെ അംബാസിഡർമാർ, അതായത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള അർത്ഥവാക്യത്തെ വിശ്വസിച്ചുകൊണ്ട്, ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാകട്ടെ എന്നുള്ള സനാതന ധർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമ്മുടെ മനസ്സിനകത്തുള്ള അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടെ വെളിച്ചം സന്നിവേശിപ്പിക്കുന്നവൻ ആരാണോ ആ വ്യക്തിയാണ് ഗുരു എന്നുള്ള ആപ്തവാക്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഗുരുക്കന്മാരുടെ പ്രേരണ കൊണ്ട് തന്നെ ഒരു ചെറിയ കുടിലിൽ നിന്ന് ജനിച്ചു വളർന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഉന്നതമായിട്ടുള്ള ചുമതലകളിൽ ഇരുന്ന് പിന്നീട് ഗുജറാത്ത് പോലൊരു വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി 3 തവണ ഇരുന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് 1 തവണയല്ല 2 തവണയല്ല 3ാമതും രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ മോദി മതി എന്ന് പറഞ്ഞ് ലോകത്തെ മനുഷ്യരുടെ മുമ്പിൽ ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് ഒരു ദിവസം ലീവ് എടുക്കാത്ത, ഒരു ദിവസം പോലും തളർന്നിരിക്കാത്ത, നമുക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ലോകരാജ്യങ്ങളുടെ മുന്നിൽ എത്രയോ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത അദ്വിതീയനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ ഈ പിറന്നാൾ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് തന്നെ ലോകം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം മനുഷ്യരെ എല്ലാവരെയും ഞാൻ നോക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകത്തെ ചെറിയ ചെറിയ രാജ്യങ്ങളിലേക്ക് കോവിഡ് വാക്സിൻ കൊടുക്കാൻ അദ്ദേഹം സന്മനസ് കാണിച്ചു. വലിയ പത്രമാധ്യമ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എതിർത്തവരല്ലേ പാകിസ്ഥാൻ, നിങ്ങൾ എതിർക്കുന്നവരല്ലേ അഫ്ഗാനിസ്ഥാൻ, ഭീകരവാദികൾ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന രാജ്യങ്ങളിൽ പോലും അങ്ങ് കോവിഡ് വാക്സിൻ കൊടുക്കാൻ തീരുമാനിച്ചു. മോദിജി പറഞ്ഞു, ലോക സമസ്ത സുഖിനോ ഭവന്തു, സർവേ സുഖിനോ സന്തു, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖമാപ്നുവേത് എന്നുള്ള മംഗളശ്ലോകം എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ, എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്നുള്ള ആ പോയിന്റിൽ വിശ്വസിച്ചുകൊണ്ട് ലോകത്തിന് നേതൃസ്ഥാനം വഹിക്കാൻ നമ്മുടെ മോദിജിക്ക് സാധിച്ചുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അതറിയാം. അത് ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തനങ്ങൾ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി തന്നെ നമ്മുടെ ഭാരതാമ്മ ലോകത്തിന്റെ വിശ്വജനനിയായി മാറട്ടെ. അതിന് ഭാരതാമ്മയുടെ പൊന്നോമന പുത്രൻ ശ്രീമാൻ നരേന്ദ്രമോദിജിക്ക് കരുത്ത് കൂടുതൽ കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ഈ ആശംസ, ബർത്ത്ഡേ ആശംസ, ഇന്ന് നമുക്ക് നമ്മുടെ വലിയ നേതാവാണെങ്കിലും ഹാപ്പി ബർത്ത്ഡേ ഏതൊരു കൊച്ചു കുട്ടിക്കും മോദിജിയോട് പറയാം. അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കരുത്തിനും കരുതലിനും കാവലിനും ഹൃദയത്തിൽ നന്മകൾ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. വന്ദേ മാതരം. നമ്മുടെ സത്യലക്ഷ്മി ചേച്ചി 2 വാക്ക് പറയും. ഓം നമഃ ശിവായ. ഓം ഭദ്രകാളി. എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു വളരെ വലിയ കാര്യമായിട്ട്, ഏറ്റവും സന്തോഷകരമായ നിമിഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു എൻ്റെ വ്യക്തിപരമായിട്ട്. കാരണം മോദിജിയുടെ പിറന്നാൾ ദിവസം ഇങ്ങനെ ഒരു ആശ്രമത്തിൽ എത്താൻ പറ്റുകയും ഇവിടുത്തെ വലിയ സ്വാമിയുടെ സൗഭാഗ്യയുടെ കൂടെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്ന വലിയ ഭാഗ്യം തന്നെ നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി മോദിജി, അദ്ദേഹം രാജ്യത്തെ, നമ്മുടെ രാജ്യത്തെ ലോകത്തിന്റെ ഗംഗയിലേക്ക്, ഗംഗയുടെ ഒരു പൊട്ടായി സിന്ദൂര തിലകമായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയും നമ്മുടെ രാജ്യം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പരമ വൈഭവത്തിൽ എത്തിച്ചേരുന്ന എത്താനുണ്ടായ മുഖ്യമായ ഒരു കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ആധ്യാത്മികമായിട്ടുള്ള ഒരു വേദികളിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ആധ്യാത്മികമായിട്ടുള്ള സംസ്കാരം അതിനെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, തീർത്ഥസ്ഥാനങ്ങള് വലിയ രീതിയിൽ
ആധ്യാത്മിക സമ്പത്ത് തന്നെയാണ് നമ്മുടെ സംസ്കാര സമ്പത്ത്. അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹം നമുക്ക് അതിനുള്ള ഏറ്റവും നല്ല ഒരു രാജ്യമായിട്ടുള്ള മാറ്റമാണ്. ആധ്യാത്മികതയിലൂടെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എല്ലാ പുണ്യ നദികളും ശുദ്ധീകരിക്കുന്നു. അവിടെ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ വൈഭവം, സംഘത്തിന്റെ വൈഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മോദിജിയുടെ കാലം വന്നതിന് ശേഷമാണ്. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അത് ഈശ്വരീയമായിട്ടുള്ള ഒരു ജന്മം. ആ ജന്മം നൽകിയിട്ട് ബഹുമാനിയായിട്ടുള്ള ആ അമ്മയുടെ പാതകൾ നമസ്കരിച്ചുകൊണ്ട് മോദിജിക്ക് ഒരുപാട് കാലം ഭാരതത്തിൽ മുന്നോട്ട് നയിക്കാനുള്ള ശക്തിയും ആരോഗ്യവും എല്ലാം ഉണ്ടാവട്ടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. നമ്മളും കൂടി കൂടിച്ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു ഐശ്വര്യപൂർണമായ രാജ്യത്തെ നമുക്ക് ഇനിയും കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് ലോകത്തിന് മുന്നിൽ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കരുത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാമിക്കും മറ്റെല്ലാ സന്യാസിമാരുടെയും മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ഉത്സവ കാലഘട്ടങ്ങളിലും മറ്റു ഉത്സവങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ ഹൃദയവും ഒക്കെ കീഴടക്കുന്ന നമ്മുടെ ഡോക്ടർ പ്രസാദ് രാമദാറുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് കൂടെ തന്നെ മറ്റുള്ള പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഇന്നത്തെ ഈ പ്രധാനമന്ത്രിയുടെ 75-ാം ദിവസമായി നിന്ന് ഈ പരിപാടിയിൽ നമ്മളോട് സംവാദിക്കുന്നതായി. സദാശിവസമാരംഭ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പൂജനീയ ഗുരുജി, എൻ്റെ ഏറ്റവും പ്രിയ സഹോദരി ശോഭാസുന്ദരി ചേച്ചി, അതുപോലെ സത്യലക്ഷ്മി ചേച്ചി, ആശ്രമത്തിലെ ഗുരുജിയും സഹ ഗുരുക്കന്മാരും ഒക്കെ നിത്യവും എൻ്റെ മാനസിക ചുമതലയിൽ അന്നദാനത്തെ കുറിച്ച് ഷെയർ ചെയ്യാറുണ്ട്. ഏകദേശം 2000 ദിവസം പിന്നിട്ട സമയത്ത് ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സഹോദരി BJPയുടെ ലോകങ്ങളിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ശിക്ഷി സ്വാമി ശിക്ഷിയും തൃശ്ശൂർ ജില്ലയിലെ BJP പ്രവർത്തകരും ഒക്കെ ചേർന്ന് വിശ്വഗുരുവായ മഹാഭാരതത്തിലെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും നെടുന്തൂണായി നിൽക്കുന്ന ഇന്നത്തെ നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിൽ എത്തിക്കാൻ ശാന്തം പരിശ്രമിക്കുന്ന സർവശ്രീ മോദിജിയുടെ 75-ാം പിറന്നാളിന് ഇവിടെ സദ്യ അടക്കമുള്ള ഒരു പിറന്നാൾ സദ്യ ഞാൻ ഒരുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സ്വാമിജി വിഷ്ണു ഞങ്ങളുടെ വരുന്നുണ്ട്, കണ്ടേക്കാം. നമ്മുടെ സന്തോഷം എല്ലാവരുടെയും സന്തോഷവും കണ്ടേക്കാൻ വേണ്ടിയിട്ടാണ് പിറന്നാളിലേക്കോ. എന്തായാലും ഈ ഒരു 75-ാം പിറന്നാൾ ആഘോഷ ദിനത്തില് സനാതന ധർമ്മത്തിൽ ഉള്ളിക്കൊണ്ടുവരുന്ന നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരതത്തിന്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ വിളിക്കാം നരേന്ദ്രമോദിജിയുടെ 75-ാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് നമുക്ക് പോകണമെന്ന് വിചാരിക്കണം. സ്വന്തം നരേന്ദ്രമോദിയുടെ അടുത്ത് ചെന്നാൽ നമുക്കറിയാവുന്നത് പ്രധാനമന്ത്രിയുടെ വേറെ ചേർത്തിരിക്കുന്ന വലിയ ഗുരുവും വലിയ ജ്യേഷ്ഠ സഹോദരനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരോഗ്യ സൗഖ്യ സമ്പൽ സമൃദ്ധി നൽകുകൊണ്ട് പിറന്നാൾ ആശംസകൾ അർപ്പിക്കട്ടെ. ഇതിന് വഴിയൊരുക്കിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും പിന്നെ പ്രിയ സഹോദരി ശിവശേഷി അസുഖമായിട്ടുള്ള എനിക്ക് മനസ്സിലാക്കിയിട്ട് വരാൻ പറ്റിയില്ല. ഗുരുനാഥന്മാർക്കും ഇത്തവണ എല്ലാ തരത്തിലും ഇവിടെ വന്ന് ചെയ്യുന്ന എല്ലാവർക്കും അന്നദാനം ഇത്രയും ദിവസം വരെ സമർപ്പിച്ചവർക്കും ഈ പിറന്നാൾ ദിനത്തില് ശ്രദ്ധിസായുടെ അനുഗ്രഹമുണ്ടാകട്ടെ. സംസാരം നടക്കുന്ന അതിന്റെ പദവിക്കാലം വരെ എല്ലാവർക്കും അനുഗ്രഹമുണ്ടാകട്ടെ. സ്നേഹത്തോടെ ആശംസകൾ എല്ലാവർക്കും. എൻ്റെ ഏറ്റവും വലിയ ജ്യേഷ്ഠ സഹോദരൻ നരേന്ദ്രമോദിജിക്കും എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. രാധേ കൃഷ്ണ. വന്ദേ മാതരം.
सियापति रामचंद्र की, राधापति कृष्णचंद्र की, गौरीपति चंद्रचूड़ की, पवन सुत हनुमान की, तपोवन आनंद की, सियापति रामचंद्र की, राधापति कृष्णचंद्र की, गौरीपति चंद्रचूड़ की, पवन सुत हनुमान की, तपोवन आनंद की, सियापति रामचंद्र की। रामचंद्र रघुवीरा, रामचंद्र रणधीरा, रामचंद्र रणधीरा, रामचंद्र ममता, रामचंद्र दयासूता, रामचंद्र दयासूता, रघुवीरा, 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 सियापति रामचंद्र की, राधापति कृष्णचंद्र की, गौरीपति चंद्रचूड़ की, पवन सुत हनुमान की, तपोवन आनंद की। രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആ ഒരു വലിയ വരവൃക്ഷത്തിൽ ഇനിയും ധാരാളം നരേന്ദ്രമോദി മഹാത്മാക്കൾ വരാനിരിക്കുന്നുണ്ട്. ആ ആരോഗ്യ സത്യത്തോടെ 100 ആണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കട്ടെ ഗുരുവാദങ്ങളിൽ രാധേകൃഷ്ണൻ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. നമ്മുടെ അന്നദാനാണ് ഇന്നത്തെ പരിപാടി, മെയിനായിട്ടുള്ള പരിപാടി. അതിലേക്ക് പോകാം. സാമൂഹിക കൈമാറി. ആദ്യമായിട്ട് നമ്മുടെ സന്യാസിമാര് ഈ സൈഡിലേക്ക് വരേണ്ടിട്ടില്ല. സന്യാസിമാര് ഈ സൈഡിലേക്ക് സന്യാസിമാര് ചെല്ലും, ചാർജ് ചെല്ലും. ആദ്യം